സെവൻത് ക്ലാസ്സിലെ പേജ് 52 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ആയാൽ മൂന്നാമത്തെ വശത്തിൻ്റെ നീളം ഏതൊക്കെ സംഖ്യകളാകാം? രണ്ട് വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 + 8 13. അപ്പോൾ ചെറിയ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കണം. ഇപ്പോൾ 13 താഴെയുള്ള നമ്പറുകൾ ആയിരിക്കും. അപ്പോൾ 5, 8, 12 ഇനിയാകുമ്പോൾ 8, 5, 13 മൂന്നാമത്തെ വശത്തേക്കാൾ വലുതാണ്. ഇനി 5, 8, 11 ചെറിയ രണ്ട് വശങ്ങൾ 5, 8, 13 11-നേക്കാൾ വലുതാണ്. 5, 8, 10 അതും അതേപോലെ. 5, 8, 9 5, 8, 8 8, 5, 13 11 8-നേക്കാൾ വലുത്. ഇനി 5, 8, 7 5, 8, 6 5, 8, 5 5, 8, 4. അപ്പോൾ ഇവിടെ ഏതാണ്? ചെറിയ രണ്ട് വശങ്ങൾ 5ഉം 4ഉം ആണ്. 5ഉം 4ഉം 9. മൂന്നാമത്തെ വശത്തേക്കാൾ വലുതാണ്. ഇനി അടുത്ത് എഴുതുമ്പോൾ 5, 8, 3 അവിടെ 5ഉം 3ഉം കൂട്ടിയ 8ആണ്. ഇപ്പോൾ 8 ഇതും 8ആണ്. അപ്പോൾ ഇത് പറ്റൂല. അപ്പോൾ ഈ നമ്പറുകളൊക്കെ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററും 99 സെൻറ്റിമീറ്ററുമാണ്. മൂന്നാമത്തെ വശത്തിൻ്റെ നീളം എത്രയാണ്? രണ്ട് വശങ്ങൾ 1ഉം 99. രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 99 1 100 ആണ്. അപ്പോൾ ഈ 100-നേക്കാൾ ചെറിയ സംഖ്യകളെ നമുക്ക് എടുത്ത് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുക. 1 99 98 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 98 1 എത്രയാ? 99. അത് പറ്റൂല. പിന്നെ 1 99 97 ആണ്. 97ഉം 1ഉം 98. ഇതിനേക്കാളും ചെറുതാ, പറ്റൂല. അപ്പോൾ ഈ രണ്ട് നമ്പറുള്ള മൂന്നാമത്തെ ത്രികോണത്തിന് ഉപയോഗിച്ചിട്ട് വരക്കാൻ പറ്റൂല ത്രികോണം. ഇനി ചുവടെയുള്ള കൂട്ടത്തിൽ ത്രികോണം നിർമ്മിക്കാൻ കഴിയുന്ന അളവുകൾ ഏതൊക്കെയാണ്? 4, 6, 10. അപ്പോൾ ചെറിയ രണ്ട് വശങ്ങൾ 4ഉം 6ഉം 10. അപ്പോൾ ഇതും 10ആണ്. അതിനേക്കാളും വലുതായിരിക്കണം എന്നാണ് പറയുന്നത്. ചെറിയ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തേനേക്കാൾ വലുതായിരിക്കണം. പറ്റൂല. 3, 4, 5 3ഉം 4ഉം 7ആണ്. 5-നേക്കാൾ വലുതാണ്. ഇതുകൊണ്ട് പറ്റും. പിന്നെ 10, 5, 4 5ഉം 4ഉം 9. 10-നേക്കാൾ ചെറുതാണ്. അതും പറ്റൂല. ഈ ചിത്രങ്ങൾ വരയ്ക്കുക. അളവ് കൊടുത്തിട്ടുണ്ട്. 4 സെൻറ്റിമീറ്ററിൽ സമചതുരം. അത് കഴിഞ്ഞിട്ട് 6 സെൻറ്റിമീറ്ററാണ് ത്രികോണത്തിൻ്റെ വശം കൊടുത്ത് വരച്ചു നോക്കാം. നാല് സെൻറ്റിമീറ്റർ. സമചതുരമാണ്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരക്കണം.
4 സെൻറ്റിമീറ്റർ. പിന്നെ ത്രികോണം വരക്കണം. 6 സെൻറ്റിമീറ്ററിലാണ് ത്രികോണത്തിൻ്റെ വശം പറഞ്ഞിരിക്കുന്നത്. 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടുന്ന് ചാപം വീശുക. അതേപോലെ ഇവിടുന്ന് അങ്ങനെ എല്ലാ വശത്തും. ഇനി ഈ ബിന്ദു കൂട്ടിമുട്ടിക്കുക. ഈ നടുവിലുള്ള രൂപമാണ് വരച്ചതിന് ഈ ബിന്ദുക്കൾ കൂട്ടി യോജിപ്പിക്കണം. ഇനി ഇതുപോലെ കളർ കൊടുക്കുക. ചുവപ്പ്, പച്ച, മഞ്ഞ. ഇനി അടുത്തത് ഈ ചിത്രമാണ്. 12 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. വശങ്ങൾ 10, 8, പിന്നെ 5, 4, ഇവിടെ 6. ഇതിൻ്റെ പകുതിയാണ് ഇവിടെ വരച്ച് വെക്കാം. ആദ്യം 12 സെൻറ്റിമീറ്ററിൽ 12 സെൻറ്റിമീറ്റർ. ഇനി വശങ്ങൾ 10 10 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. ഈ വശം 10 ചാപം വീശുക. പിന്നെ 8 സെൻറ്റിമീറ്റർ. ഈ വശം 8. ഇനി ബിന്ദുക്കളെ കൂട്ടിമുട്ടിക്കുക. ഇനി ഇവിടെ 12, ഇവിടെ 6. അപ്പോൾ 3 പോയിൻ്റ് കണക്കാക്കിയിട്ട് 6. അവിടെ നിന്നുള്ള വശം 5 സെൻറ്റിമീറ്റർ. ഒരു വശം 5 സെൻറ്റിമീറ്റർ. ഈ വശം
5, മറ്റേ വശം 4 കൂട്ടി മുട്ടിക്കാം. ഇനി 12, 6 അതിൻ്റെ പകുതി 3.5 വരും. 3.5 എന്ന് പറയുമ്പോൾ അല്ല സോറി 6, 3, 1.5 വെച്ച് വരും. 1.5 ഈ വശത്ത് 1.5 ഈ വശത്ത് 3. ഈ വശം നമ്മൾ 5 എടുത്തത്. ഇനി 2.5 എടുക്കണം. 2.5 ഈ വശം 4 അപ്പോൾ 2 എടുക്കണം. ഇനി എന്ത് ചെയ്യണം? ഈ ബിന്ദുക്കളൊക്കെ കൂട്ടിമുട്ടിച്ച് വരക്കണം. നീട്ടി വരക്കാം. അതേപോലെ ഈ സൈഡിൽ നീട്ടി വരക്കുക. ഇതുപോലെ ഇവിടെ നീല കളറ്, ഇവിടെ മഞ്ഞ കളറ് കൊടുക്കുക. ഓക്കെ.